ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയോടുള്ള നിയോഗ പ്രാർത്ഥനയുടെ 6-ാം ദിവസമാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ പ്രാർത്ഥന കൂടാം. നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ നിയോഗം സമർപ്പിക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഉണ്ണി ഈശോയ്ക്ക് ഒരു സമ്മാനം. 6-ാം ദിനം. ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. സുകൃതജപം. എന്റെ ഉണ്ണി ഈശോയെ, എന്റെ ഹൃദയത്തെ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പുണ്യപ്രവൃത്തി. വിഷമിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം കൊടുക്കുക. ഇന്നത്തെ നമ്മുടെ വചനം സങ്കീർത്തനം 125-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെ ആണ്. അനന്ത സ്നേഹസ്വരൂപനായ ദൈവമേ, ഓരോ ദിനവും അവിടുത്തെ അവർണ്ണനീയമായ സ്നേഹത്തിലും കാരുണ്യത്തിലും വിസ്മയനീയമായി അങ്ങ് ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവല്ലോ. ഒരു ചെറു കാറ്റിൽ പോലും ആടിയുലയുന്ന വിശ്വാസമാണ് ഞങ്ങളിലുള്ളതെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നുവെന്നും അങ്ങ് ഞങ്ങളെ കേൾക്കുമെന്നുള്ള ധൈര്യത്തോടെ ഞങ്ങളുടെ ഉള്ളും പങ്കുവെച്ച് പ്രാർത്ഥനയ്ക്കായി അണയുന്നു. കർത്താവേ, ആരും തുണയില്ലാത്ത വിധം അശരണരായ ഞങ്ങളിൽ അവിടുത്തെ കരുണ ഉണ്ടാകണമേ. ഏറ്റവും മാധുര്യവും കരുണയും നിറഞ്ഞ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുനാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ ജീവനും ജീവിതവും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എന്റെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും അവിടുത്തെ തിരുമുൻപിൽ ഇറക്കി വയ്ക്കുന്നു. എല്ലാ സ്ത്രീകൾക്കും മാതൃകയായ മറിയമേ, ഞങ്ങളുടെ വികാര വിചാരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അതെല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അങ്ങേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നൽകുന്നു. അങ്ങേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും നൽകുന്നു. ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ ഉള്ളതെല്ലാം, ഞങ്ങളുടെ പരിസരങ്ങളിൽ ഉള്ളതെല്ലാം അങ്ങയുടേതാകണമെന്നും
അങ്ങയുടെ മാതൃവാത്സല്യത്തിന്റെ പരിലാളനയ്ക്ക് ഞങ്ങൾ പങ്കാളികളാകണം എന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഫലമണിയുന്നതിനും നിലനിൽക്കുന്നതിനും ഇന്നേ ദിവസം ഞങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അമ്മയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വമേറിയ മാതാവേ, മനുഷ്യകുലത്തിന്റെ സ്നേഹമുള്ള അമ്മേ, അങ്ങയുടെ ഹൃദയത്തോടുള്ള വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതുവഴി അവിടുത്തെ അമലോത്ഭവ ഹൃദയത്തിന്റെ രാജ്ഞി പദത്തിനനുസൃതമായ പ്രവർത്തികളിലൂടെ അങ്ങയുടെ ആരാധനപുത്രന്റെ തിരുഹൃദയത്തിന്റെ രാജ്യം സ്ഥാപിതമാകുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ്. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിലും എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിലും ലോകം മുഴുവനും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിത്തീരുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. എന്റെ രാജ്ഞി, എന്റെ അമ്മേ, ഞാൻ എന്നെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഞാനും എനിക്കുള്ള സമത്വവും അങ്ങയുടേതാണ്. അങ്ങയുടെ കരുണയുടെ മേൽവസ്ത്രം കൊണ്ട് എന്നെ മറയ്ക്കണമേ. എന്നെ അങ്ങയുടെ ഒരു പൈതലായി സംരക്ഷിക്കണമേ. എന്റെ ആത്മാവിനെ സ്വർഗത്തിൽ യേശുവിന്റെ സവിധത്തിലേക്ക് സുരക്ഷിതമായി നയിക്കണമേ. ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നത് എല്ലാം വിശുദ്ധീകരിക്കണമേ. അവ വഴിയായി ലോകത്തെയും ആത്മാക്കളെയും യേശു രക്ഷിക്കുവാൻ കനിയട്ടെ. ദൈവമാതാവേ, അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുകയും അവിടുത്തെ കരുണയിൽ ശരണപ്പെടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഓ എന്റെ കർത്താവേ, പരിശുദ്ധ ദൈവമാതാവേ, അമ്മയോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയം എരിക്കണമേ. കൊടുങ്കാറ്റിലും സഹനത്തിലും പരീക്ഷണങ്ങളിലും എന്റെ അരൂപി തളരാതിരിക്കട്ടെ. ഞാൻ എത്ര ബലഹീനതയാണെന്ന് അവിടുന്ന് അറിയുന്നു. അവിടുത്തെ സ്നേഹത്തിൽ എന്നെ ബലപ്പെടുത്തണമേ. അവിടുത്തെ വിശ്വസ്തതയാൽ എന്നെ നയിക്കണമേ. പശ്ചാത്താപത്തോടെ ഞാൻ എന്റെ ആത്മാവിനെ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. നിർമ്മലവും സ്വീകാര്യവുമായ ഒരു ബലിവസ്തുവായി എന്നെ ഈശോയ്ക്ക് നൽകണമേ. ഉപവാസവും പ്രാർത്ഥനയും എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നാളും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമേ. ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടെ യേശുവിനോട് ചേർന്ന് അവിടുത്തെ വാഗ്ദാനങ്ങളിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ
ഒരത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ. സ്വർഗവാസികളെ, ദൂതരെ, മിഖായേൽ മാലാഖേ, ഞങ്ങളുടെ കണ്ണുനീർ അനുഭവങ്ങൾ മാറ്റി ഈ പ്രാർത്ഥന വഴി ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന ദൂതുമായി ഗബ്രിയേൽ മാലാഖ വഴി ദൈവപുത്രന്റെ അമ്മയാകുവാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങയെ ഞങ്ങൾ ആദരവോടെ വണങ്ങുന്നു. സകല മനുഷ്യരിലും ശ്രേഷ്ഠയും പുണ്യങ്ങളാൽ അലങ്കൃതയുമായ അമ്മേ, കന്യാമാതാവേ, ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്ത ഞങ്ങൾ ഓരോരുത്തരും അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് അങ്ങയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിനർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളും മനസ്സുരുകുന്ന വേദനകളും എല്ലാ ജീവിത നിയോഗങ്ങളും ഇവിടെ നിങ്ങളുടെ 3 നിയോഗങ്ങൾ സമർപ്പിക്കുക. ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അമ്മ അത് ചെയ്തു തന്നു എന്നുള്ള ഉറപ്പിൽ അമ്മയോട് നന്ദി പറയുക. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങേ പക്കലേക്ക് ഉയർത്തുന്നു. ഞങ്ങൾ ബലഹീനരാണ്. അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു. ഞങ്ങൾ ഓരോരുത്തരും സകല സൗഭാഗ്യത്തിനും യോഗ്യരാകുന്നതിനായി ഞങ്ങളുടെ എല്ലാ പാപ അവസ്ഥകളും തടസ്സങ്ങളും ബന്ധനങ്ങളും നീക്കി ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ. കൃപാസനത്തിലെ പ്രാർത്ഥനകളോട് ചേർത്തുവച്ച് കൃപാസന സഹായ മാതാവിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ യാചിക്കുന്ന ഈ അപേക്ഷകൾ നിന്റെ തിരുക്കുമാരന് കാഴ്ചവയ്ക്കണമേ. ഞങ്ങളുടെ സംരക്ഷകയായ ദൈവജനനി, സകല വരപ്രസാദങ്ങളുടെയും നാഥേ, അങ്ങ് ഞങ്ങളുടെ സർവവല്ലഭയായ മധ്യസ്ഥയാണ്. അങ്ങേ സ്വീകരിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഭാവിയിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ. ദുഃഖങ്ങളിൽ അവിടുന്നാണ് ഞങ്ങൾക്ക് ആശ്വാസം. പരിശുദ്ധ അമ്മേ, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ ശക്തിയുള്ള വരം ഈശോയിൽ നിന്ന് അങ്ങ്
നേടിയെടുത്തിട്ടുണ്ടല്ലോ. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ ഭദ്രമാണെന്നും അത് സാധിച്ചു തരുവാനുള്ള ശക്തി അമ്മയ്ക്കുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളും പീഡകളും ആദിയും വ്യാധിയും എല്ലാം അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എല്ലാ ഞെരുക്കങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിലും അങ്ങയെയും തിരുക്കുമാരൻ ഈശോയെയും ഞങ്ങൾ സ്തുതിച്ച് വാഴ്ത്തുന്നു. ലോകത്തിന്റെ ഓരോ കോണുകളിലിരുന്ന് അമ്മയുടെ സവിധേ ഞങ്ങൾ അർപ്പിക്കുന്ന നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും, പ്രത്യേകിച്ച് ഈ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ സാധിച്ചു കിട്ടുവാൻ അങ്ങേ വത്സലപുത്രന്റെ പക്കൽ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. സാമ്പത്തികമായി കഷ്ടത അനുഭവിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആരെയും അങ്ങ് നിരാശരാക്കരുതേ. എപ്പോഴും ദുഃഖാർത്തരായ പാവപ്പെട്ട ഈ മക്കളെ അങ്ങ് ദയയോടെ കേൾക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബത്തെയും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും അമ്മയുടെ തീക്ഷ്ണമായ സ്നേഹത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കൃപാസനം മാതാവേ, കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ അമ്മേ, അങ്ങ് എന്നും ഞങ്ങളെ പരിപാലിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ.